അഷറഫേ, എന്താണ് പറ്റിയത്? ആ, ജോലിക്കിടയിലൊന്ന് തലയിറങ്ങി വീണതാ. ചെറുതായിട്ട് നെറ്റി ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഭാഗ്യത്തിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പൊക്കിക്കൊണ്ട് പോരുകയും ചെയ്തു. ഇതാകുമ്പോ എബിയുടെ വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ. പുള്ളിക്കാരത്തി ഇവിടെ ഇല്ല, പക്ഷെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ വല്ല പത്താക്കെ എമറത്ത് ഐഡിയൊക്കെ കൊടുക്കേണ്ടി വന്നേ. താമര, താമരയുടെ കൂടെ വന്നാരാ? ഡോക്ടർ വിളിക്കുന്നു. കുട്ടി ഇറങ്ങിക്കോളൂ. മെതുവാ. വേറെ കുഴപ്പമൊന്നുമില്ലോ അല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. വൈഫ് പ്രഗ്നന്റ് ആണ്. ഞാനൊന്നും ജൂൺ, ജൂലൈ, ചിങ്ങം, കന്നി. കന്നിയോ? അതെ, ഇനി മുതലിനെ അവിടെ നിർത്താൻ പറ്റില്ല. ഒന്നാമത് എന്റെ ഭാര്യയ്ക്ക് എന്നെ നല്ല വിശ്വാസ. ഇനി ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി കുടുംബകലഹത്തിന്. ആരാ എന്താന്ന് വല്ലതും പറഞ്ഞു ആ കുട്ടി? അതിന് വാ തുറന്നു വല്ലതും പറയണ്ടേ? എന്ത് ചോദിച്ചാലും ഒരേ കരച്ചില്ല. അതുകൊണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. അല്ല, ചെയ്തു തന്ന സഹായത്തിനൊക്കെ വളരെ നന്ദിയുണ്ട്. വലിയ ഉപകാരം. പോട്ടെ പോടാ. നിങ്ങൾ എന്താണ് അസ്രഫ് അടക്ക്? സൈന്യത്തിനോട് ഞാൻ പറയാന്ന്. എന്നെ വിട്ടേക്ക് പ്ലീസ്. പോലെ പറയട്ടെ. അല്ല, നിങ്ങള് പോവാണ്. പോയിട്ടോ? എന്തൊരു കഷ്ടം അപ്പേ. സലീംക, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തില് ഒരു മനോഹാരിതയ്ക്ക് വേണ്ടി ആരാ എന്താ വെച്ചിട്ട് ആ കുട്ടിയോട്ട് മിണ്ടണമില്ല. നിങ്ങളാണ് ഈ ഇഞ്ചി അടിച്ച കുറങ്ങന്മാരിങ്ങനെ ഇരിക്കണോണ്ട് അതുകൊണ്ട് വെച്ചല്ലേ? ഞാനല്ല. ആദ്യം നീ അവനെ വിളിച്ചിട്ട് എന്നാ വരാന്ന് നോക്കി, എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കി. ബാലൻസ് ഇല്ലല്ലോ, ഉണ്ടാക്ക. പുലിവാലുകള്. ജീവട്ടാ, നിങ്ങൾ അമ്മക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലടാ. ഞങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഞാൻ നാളെ എത്തും. അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വിശേഷം ഉണ്ട്. നിങ്ങൾ വന്നിട്ട് പറയാട്ടോ. ശരിടാ. മൂപ്പര് നാളെ എത്തുന്നു. വന്നിക്കണ് സലീംക, വന്നിക്കണ്. എന്താക്കും? ഇങ്ങനെ ഇരിക്കല്ലേ? അപ്പൊ നാളെ കാണാം. വരുന്നുണ്ട്. ആഹാ, രണ്ടാളും ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ? റംലത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് കാണും ഭർത്താവിന് ചട്ടിപ്പത്തിരിയും മുന്നേക്കായും കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന്. ഓ, നല്ല ചൂടിലാണല്ലോ. അത് നാട്ടിലെ ചൂട്. അത് വെച്ച് നോക്കുമ്പോ ഇവിടെ ചൂടില്ലാന്ന് തന്നെ പറയാം. പിന്നെ പോരുമ്പോ ഫ്രഷ് ആയിട്ടൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്. നല്ല നാടൻ പച്ചമാങ്ങ നട്ടുമാവിലെ മാങ്ങ എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടാണ് വരവല്ലേ? മസാല ദോശ വാങ്ങിയില്ലേ? മസാല ദോശ? നിങ്ങൾക്ക് എന്താ വാക്കോളുണ്ടോ? വാക്കോൾ എനിക്കല്ല, അകത്തൊരാൾ ഇരിപ്പുണ്ട്. അവക്കാ ചെല്ലും മാങ്ങയും തെങ്ങയൊക്കെ ആയിട്ട്. അവളോ? നിങ്ങളെ താമര ഓക്ക് ഗർഭുണ്ടെന്ന്. ഗർഭോ? എന്താ ഉണ്ണി കേട്ടിട്ടില്ലേ ഗർഭം? ചെല്ല്, നിന്നോട് അവൾ ആരാ എന്താന്നൊക്കെ പറയുള്ളൂ. എന്തായാലും ഞാനല്ല. ഈ തെണ്ടിയെ കൂട്ടിട്ട് പറ്റൂല. തമ്പുരാൻ ഒന്ന് ചെല്ലു. ശാപം.
സലീമിക്ക சொன்னது നിജമാ? യാര്? ആ അവൻ തന്നെ നീ എന്നെ പുരുഷനില്ല. പെട്ടെന്ന് കേട്ടപ്പോ മன்னிச்சிடுங்க. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. നീ അതൊന്നും നിർത്തുന്നുണ്ടോ? മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവന്റെ ഒരു- അല്ല, ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടുമോ നോക്കാലോ അല്ലേ? വേണ്ട, ഓഫാക്കാം. അതെ, ഉം. പറ്റിയത് പറ്റി. ഇനി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചിന്തിക്കും. താമര ഒഴിവാക്കി എനിക്കായിട്ട് ഒരു രക്ഷയും വേണ്ട. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാ? എടാ, പാസ്പോർട്ടും വിസയില്ലാത്തൊരു പെണ്ണിനോട് ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റില്ല. ഇത് കേസായി, ഗർഭ, അതും അവിഹിതം. അല്ലാതെ ഗ്യാസ് കയറി വയറുവരുത്തല്ല. ജീവട്ടാ, നിങ്ങൾ ഓളൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക, എന്നിട്ട് ഇതൊന്ന് വേണ്ടാന്ന് വെക്ക്. ബെസ്റ്റ്. പറയാൻ എളുപ്പ, ഏതെങ്കിലും ഡോക്ടർ ചെയ്തു തരണ്ടേ? എടാ, അബോർഷനോടെ നിയമവിരുദ്ധാടാ പൊട്ടാ. ആണോ സലിംക്ക? നമുക്ക് ലേശം പൈനാപ്പിളും പച്ചപ്പപ്പായും കൂടി സെറ്റ് ചെയ്ത് കൊടുത്താലോ? ചിലപ്പോൾ ഡിലീറ്റ് ആയാലോ? ഡിലീറ്റ് ആവാനേ ഇത് മെസ്സേജ് കളിച്ചല്ല. മാത്രല്ല, പൈനാപ്പിളും പച്ചപ്പപ്പായും ഞാൻ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല. അല്ല, നമ്മൾ എബിച്ചാന്റെ വൈഫ് ഗൈനക്കോളജിസ്റ്റ് അല്ലേ? നമുക്ക് ഓരോടത്തൊന്ന് പോയാലോ? നമ്മളെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സഹായിച്ചാലോ? നീ എന്തെങ്കിലും ഒന്ന് പറ. സലീമിക്ക, ഈ അബോർഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ലേ? നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാ പിന്നെ ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഞങ്ങക്ക് വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ. ഒരു മാർഗമുണ്ട്, അതും റിസ്ക് ആണ്. വേറെ വഴിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ആ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ച് ആ കുട്ടിയെ നാട്ടിലേക്ക് വിടുക. എന്നിട്ട് തനിക്കും വേണമെങ്കിൽ അങ്ങോട്ട് പോവാലോ. അതും പാസ്പോർട്ടിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്തിക്കണേ, പക്ഷെ ലേശം ടൈം എടുക്കും. അതെ, ഏതെങ്കിലും ഒരു ശ്രീലങ്കൻ പാസ്പോർട്ട് വന്നു കിട്ടണം. എന്നാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അയാൾ പറഞ്ഞ. അതുവരെ എന്താ ചെയ്യാന്ന് ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടില്ല. ഒരു കാര്യം ചെയ്യാം. ആരും അറിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പാസ്പോർട്ട് കിട്ടണവരെ പീരിയോഡിക്കൽ ചെക്കപ്പ് ഞാൻ ചെയ്തുതരാം. എന്നെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റൂ. മതി, അത് മതി. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അവളെ നാട്ടിലേക്ക് അയച്ചോളാം. അല്ലേ സലീമിക്ക? അതെ.